ഹലോ വെൽക്കം ബാക്ക് ടു നാസ് ക്രിയേഷൻസ്. ഇന്ന് ഫെബ്രുവരി 14th, വാലന്റൈൻസ് ഡേ. ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പാമസ്റ്റൺ നോർത്തിൽ ഇന്ന് വിനീത് ശ്രീനിവാസൻ്റെ കോൺസേർട്ട് നടക്കാൻ പോവുകയാണ്. ഞാൻ ഈ കോലമൊക്കെ എല്ലാം മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് നേരത്തെ റെഡി ആയെന്നേ ഉള്ളൂ. പക്ഷേ നോക്കിക്കേ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാല് ഹീല് നല്ല പെയിനാണ്. അതിൻ്റെ കൂട്ടത്തിൽ സ്വല്പം ടെമ്പറേച്ചറും ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ തളർത്തൂലല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് പോയി എൻജോയ് ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലേ അലോഷി? ഹലോ. അല്ലേ അലോഷിക്ക് ഇഷ്ടപ്പെടൂല്ലേ? നല്ല കുട്ടിയായിട്ടിരിക്കത്തില്ലേ? ജ്യൂസ് വേണോ? അവിടെ കൊണ്ടുപോകാൻ സമ്മതിക്കുമോ അറിയത്തില്ല. ആക്ച്വലി 7 to 10 ആണ് ടൈം വന്നിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 6:30 ആകുമ്പോഴത്തേക്കും എങ്കിലും ഇറങ്ങിയെങ്കിൽ കാർ പാർക്കിംഗ് കിട്ടാൻ വഴിയുള്ളൂ. സീറ്റ്സ് പിന്നെ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബട്ട് ലുക്കിംഗ് ഫോർവേഡ്. ഇതിന് മുമ്പത്തേത് റിമി ടോമിയുടെ ഷോ ആയിരുന്നു. അതിൽ ഞങ്ങൾ പെർഫോം ചെയ്തിരുന്നത് കൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം ബാക്ക് സ്റ്റേജിലായിരുന്നു. എന്നാൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും കോളേജ് ടൈമിന് ശേഷം മേ ബി ഞാൻ ഇത്രയും അടിച്ചു പൊളിച്ചത് റിമി ടോമിയുടെ ഷോയ്ക്കാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനത് പീസ്ഫുള്ളായിട്ട് നമ്മളിരുന്ന് നമ്മൾ പാട്ടുകളൊക്കെ എൻജോയ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പോകുന്ന വഴി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ റീജൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് വിനീത് ശ്രീനിവാസൻ്റെ ഷോ നടക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ ടിക്കറ്റ് പരിശോധിക്കുന്നതാണ് നടക്കുന്നത്. നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു. ഇതുപോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്, അതിടൂ. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഗേറ്റ് തുറന്നത് തന്നെ. നമ്മളിപ്പം അകത്തോട്ട് പോയി നമ്മുടെ റിസർവ്ഡ് സീറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഹലോ ഷിബ, കം. ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ഓക്ലൻഡിൽ വന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ഷോ ഓക്ലൻഡിൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 17 വർഷം മുമ്പോ 18 വർഷം മുമ്പോ ആണ് ഞാൻ ഇതിനു മുമ്പ് ന്യൂസിലൻഡിൽ വരുന്നത്. ഒരു തവണ മാത്രമേ വന്നിട്ടുള്ളൂ. അന്ന് ഞാൻ വരുന്നത് ഒരു 4-5 ആർട്ടിസ്റ്റിൻ്റെ കൂടെ, ഇന്നസെൻ്റ് അടക്കം കുറച്ച് പേര് മാത്രം, ഞങ്ങളൊരു 5-6 പേര് മാത്രം വന്ന് ഷോ ചെയ്തിട്ട് പോകുന്നു. മൈനസ് ട്രാക്കിൽ വെച്ചിട്ടാണ് ഞങ്ങളന്ന് പാടിയതൊക്കെ.
അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ബാൻഡിൻ്റെ കൂടെ ഞാൻ ന്യൂസിലൻഡിൽ വന്ന് പെർഫോം ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ആ പാട്ടൊക്കെ പാടണം. ഓക്കെ, ശരി. ഈ പാട്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാടുമോ? എപ്പോഴും ഒരു ഷോ സക്സസ് ആവുന്നത് നിങ്ങളും കൂടെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുറച്ച് പാട്ടുകൾ നോക്കിയാലോ? ഫസ്റ്റ് സോങ് തൊട്ട് നിങ്ങൾ പാടി തുടങ്ങോ? കറ്റുമൊഴിയോ പ്രണയം കിട്ടുണർന്നുവോ ഹൃദയം മിതരൊടിയോ ആരോ മഞ്ഞി പെണ്ണുവരാ പ്രണയം കിട്ടുണർന്നുവോ ഹൃദയം മിതരൊടിയോ ആരോ മഞ്ഞി നീളുന്ന വഴികളിൽ തീടുന്നതെത്തി തൂവെള്ളി നിലവ് പോൽ കാണുന്നതായി നീരിൻ മേഘ മെല്ലെ മെല്ലെ ചിമ്മിയോ താഴമായി പിന്നെ ചേരുന്ന മൊഴികളിൽ കിന്നാരമോടെ രാമൈന തുറിയോ നിന്നോട് മെല്ലി തൂവിൻ പുലരി നിന്റെ ചുണ്ടീനമായി മാറിയോ പിന്നെ നീ അറിയാതെ. കമലഹാസൻ ഇഷ്ടമുള്ള ഉണ്ടാന കായം യാതും തന്നാലെ ആവി പോലമായുമെന്ന് പൊന്നാനേ പൊന്നാനേ എന്ന കായമാന പോൽ എന്നേനി താങ്ങിക്കൊള്ളുമുന്ന നീനി തങ്കാതെ സിതേനി എന്ന കാതലെന്നറിത്ത് സദാമതിക്ക് വന്നത് എന്ന ചോദ്യമുന്നെ കാത്തും ഇതെന്നും പോതു വന്ന് കഴിയുന്നത് അഭിരാമിയെ ശിവരാമിയെ ശിവനിയും പാരിയെ ഒരു താളം തരുമോ? മനസ്സിലെ മോഹം നീങ്ങി മധുപകരോ നീ താരകേ മനസ്സിലെ മോഹം നീങ്ങി നീരും നേരം ഓ മായികലോകം കുൽകുലേ പുന്നരേ ഓ പിന്നെ കൊതിച്ചിട്ടും വരാനിന്റെ കൊതിച്ചിട്ടും വരാനിന്റെ അല്ല കൊതിച്ചിട്ടും വരാനിന്റെ യേശുവിച്ചിട്ടും വരുമ്പോൾ ഓ ഓ ഓ ഓ തുളുമ്പും ദുരന്തം നിന്നിരുന്നോരയുമ്പോ ഇരുമ്പും നിൻ സ്പർശമഴയാകുമ്പോ തുളുമ്പും നിൻ സ്പർശമഴയാകുമ്പോൾ ഇരവിന്റെ തോഴി അരളിന്റെ റാണി വരുവാനില്ലേ ഇരവിന്റെ തോഴി അരളിന്റെ റാണി വരുവാ ആ വീതിയിലെ ആ കൂട്ടുകാരി കൊതിച്ചിട്ടും വരാനിന്റെ വഴി കൊതിച്ചിട്ടും വരാനിന്റെ വഴി
അങ്ങനെ വിനീത് ശ്രീനിവാസൻ്റെ ഷോ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ദേ എൻ്റെ ശബ്ദമൊക്കെ പോയി. വളരെ പീസ്ഫുള്ളായിട്ട് ഇരുന്ന് ആസ്വദിച്ച് കാണും എന്ന് വിചാരിച്ച് പോയ ആളാണ്. പക്ഷേ അവിടെ അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഡാൻസും പാട്ടും അലപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ വോള്യത്തിൽ തൊണ്ടയൊക്കെ വരും. അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഒത്തിരി നല്ല പരിപാടിയായിരുന്നു അത്. അപ്പം എനിക്കെല്ലാം കൂടെ ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആക്കുക പാർട്ട് 2 ആക്കി കാണാം. ഓക്കെ.